അമേരിക്കയെ കൂച്ചു വിലങ്ങിടാൻ വേണ്ടി ഇറാനും റഷ്യയും ചൈനയും ചേർന്ന് പുതിയ അച്ചുതണ്ട് നിർമ്മിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൈനിക അഭ്യാസം ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് നടത്തിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. അതോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ഏകോപന സഖ്യത്തിന് 3 രാഷ്ട്രങ്ങളും സംയുക്തമായി തീരുമാനമെടുത്തിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കർക്കശനായിരിക്കുന്ന ഒരു നിലപാടുകാരനും അതോടൊപ്പം ചൈനയുടെയും ഇറാന്റെയും ബദ്ധശത്രുവായിട്ട് എല്ലാ കാലത്തും നിലനിന്ന വ്യക്തിയാണ്. കൂടെ റഷ്യ ഉണ്ടെങ്കിലും റഷ്യയുടെ വിഷയത്തിൽ ഇപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ലേശം അയവ് വന്നിട്ടുണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ റഷ്യൻ വിരോധി തന്നെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്നത്. അപ്പൊ റഷ്യ ഇപ്പോൾ അനുഭാവം പ്രകടിപ്പിക്കുന്നത് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാട് അമേരിക്ക അംഗീകരിക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ എന്ന താല്പര്യപ്രകാരം മാത്രമാണ് അതിന് അംഗീകാരം നൽകുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലൂടെ ഏറ്റവും എളുപ്പത്തിൽ യൂറോപ്പിലേക്ക് പോകാനുള്ള പാതയാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇത് ഇറാനും ഒമാനും UAEയും പങ്കിടുന്നതാണ് ഈ പ്രദേശം. ഏറ്റവും കൂടുതൽ ഇറാന്റെ കൈവശത്തിലാണ് ഹോർമുസ് കടലിന്റെ മേഖലകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിലൂടെയുള്ള കപ്പലുകൾ ഏത് തരത്തിൽ പോകണം എന്ന് തീരുമാനിക്കാൻ യഥാർത്ഥത്തിൽ ഇറാന് സാധിക്കും. ഇറാനോട് ഒപ്പം ചേർന്നുകൊണ്ട് ഹോർമുസ് കടലിടുക്കിന്റെ സംരക്ഷണം എന്ന രീതിയിൽ ചൈന സൈനികരെ അയച്ചുകൊണ്ട് ഒരു വ്യോമ അഭ്യാസം നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ റഷ്യൻ സൈനികർ ചേർന്നിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ സുരക്ഷാ സംവിധാനം തീർക്കാനും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ചരക്ക് കപ്പലടക്കമുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം മറ്റ് രാഷ്ട്രങ്ങൾക്കുണ്ടാകുന്നതിനെ നിയന്ത്രിക്കാനോ അതല്ലെങ്കിൽ തടയാനോ സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇവിടെ UAE സംബന്ധിച്ചിടത്തോളം ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒരു പരസ്യമായിരിക്കുന്ന ഒരു യുദ്ധം അമേരിക്കയുമായിട്ട് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത രാഷ്ട്രങ്ങളാണ്. മാത്രവുമല്ല അവർക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അമേരിക്കയുടെ മുമ്പിൽ സാധിക്കുകയില്ല. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടാൻ താല്പര്യമുള്ള രാഷ്ട്രമാണ്. അതോടൊപ്പം ചൈന അങ്ങനെയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു സർവാധിപത്യം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ വലിയ താല്പര്യം എല്ലാ കാലത്തും പ്രകടിപ്പിച്ചതാണ്. ഈ ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസ് അക്രമത്തോടനുബന്ധിച്ചാണ് അതിനൊരു അവസരം ചൈനയ്ക്ക് വീണ് കിട്ടിയത്. അത് വേണ്ട വിധം ചൈന അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മേഖല മുഴുവൻ പിടിച്ചടക്കിക്കൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന ഒരു യാത്രാ സഞ്ചാരം ഹോർമുസ് കടലിടുക്കും ചെങ്കടലിന്റെയും ഭാഗത്തിലൂടെ ഉണ്ടാക്കാൻ തങ്ങൾ ശ്രമിക്കുമെന്നും തങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സാധിക്കുമെന്നും ട്രംപ് ഇതിന്റെ ഇടയിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ പരാമർശം മണ്ടത്തരമാണെങ്കിൽ പോലും അങ്ങനെ ഒരു സൈനികപരമായിരിക്കുന്ന ഒരു ഇടപെടലിലേക്ക് ട്രംപ് നീങ്ങുകയാണെങ്കിൽ തങ്ങൾ ഈ പ്രതിരോധം തീർത്തിട്ടില്ലെങ്കിൽ ഈ മേഖല തങ്ങൾക്ക് കൈവിട്ടു പോകുമെന്നൊരു ഭയപ്പാട് ഇറാനുമുണ്ട്. അതുകൊണ്ട് അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല സുരക്ഷിതമാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇറാന്റെ ആവശ്യമാണ്. ഇറാൻ അതിന് പൂർണ്ണമായിരിക്കുന്ന സഹായം ചൈന നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ചൈനയ്ക്കെതിരെ ഈ അടുത്ത് ചില നിലപാടുകൾ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരുന്നു. അതാണ് ചൈനയെ പ്രകോപിപ്പിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം. അത് കയറ്റുമതി ഇറക്കുമതി ചുങ്കവുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ വസ്തുക്കൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ 15 മുതൽ 25% വരെ നികുതി വർദ്ധിപ്പിക്കും എന്നുള്ള ഉത്തരവാണ്. അത് വർദ്ധിപ്പിക്കുന്ന ഉത്തരവ് മാത്രമല്ല അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ ചൈന അതിന് തിരിച്ചടി നൽകിയത് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഇറങ്ങുകയാണെങ്കിൽ 25% അധിക നികുതി തീരുവ പ്രഖ്യാപിക്കുന്ന ഒരു നയം പാർലമെന്റിൽ പാസ്സാക്കിയിട്ട് ചൈന അത് നിയമമാക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ ട്രേഡിംഗ് രംഗത്ത് വലിയൊരു യുദ്ധം ഇപ്പോൾ നടക്കുന്നുണ്ട്. ചൈന പറയുന്ന കാര്യം ട്രേഡിംഗ് യുദ്ധമാണെങ്കിലും ആയുധ യുദ്ധമാണെങ്കിലും അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ്. ആധിപത്യം അനുവദിക്കുകയില്ല. നിലവിലുള്ള സമാധാനമായിരിക്കുന്ന സാഹചര്യത്തിന് അനുകൂലമായിരിക്കുന്ന എന്തെങ്കിലും നിലപാടെടുക്കുകയാണെങ്കിൽ അതിനെ പിന്തുണക്കുമെന്നല്ലാതെ പോക്കിരിച്ചു കൊണ്ടൊന്നും ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി നിങ്ങളെ അനുവദിക്കുകയില്ല എന്ന് അമേരിക്കയോട് ചൈന പറഞ്ഞതോടുകൂടി ആ മേഖലയും അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ വലിയ അകൽച്ചയും വലിയ പ്രശ്നങ്ങളും 3ാം ലോക യുദ്ധത്തിലേക്ക് എത്തുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായ സമയത്താണ് ഒറ്റക്ക് നിന്നുള്ള പോരാട്ടം ഉചിതമല്ലെന്നും
സംയുക്തമായ രീതിയിൽ ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കക്ക് നേരെ നടത്തുകയാണ് ഏറ്റവും ഉചിതമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇറാനോടും ചൈനയോടും ഒപ്പം റഷ്യയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സംയുക്തമായിരിക്കുന്ന സൈനിക അഭ്യാസം നടത്തിയിട്ട് തങ്ങൾ ഏകോപനത്തോടു കൂടി അമേരിക്കയുടെ ഹൂങ്കിനെ പ്രതിരോധിക്കാൻ പുതിയൊരു അച്ചുതണ്ടിന് തന്നെ രൂപം നൽകിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. അമേരിക്കയ്ക്ക് ഇത് കടുത്ത രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞത് മിഡിൽ ഈസ്റ്റിന്റെ മേഖലയിൽ ഒരു കാലത്തും ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഇറാന് സാധിക്കാത്ത വിധം വലിയ മതിൽക്കെട്ടുകൾ അമേരിക്ക തീർത്തിരുന്നു. അതായത് അറബ് രാജ്യങ്ങളുമായി ഇറാൻ അകന്നു നിൽക്കാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാക്കിയത്. അത് ഇവിടെ യമനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തോടനുബന്ധിച്ച് യമനിലെ ഹൂത്തികളെ സഹായിക്കാൻ ഇറാൻ മുന്നോട്ട് വന്നപ്പോൾ യമനിലെ ഭരണാധികാരികളെ സഹായിക്കാൻ വേണ്ടി സൗദി അറേബ്യ സൈനികരെ അയച്ചു കൊടുക്കുകയും പിന്നീട് അത് യമനും സൗദിയും തമ്മിൽ നേർക്കുനേരെ യുദ്ധമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. 15 വർഷത്തോളം അത്തരമൊരു ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ നാശങ്ങളും നഷ്ടങ്ങളും അല്ലാതെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പകരം അവർ തമ്മിൽ വല്ലാത്ത രീതിയിൽ അകന്നു. ഇറാനും അറബ് രാജ്യവും അറബ് ലോകവും തമ്മിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അകൽച്ചയുണ്ടായി. ഈ അകൽച്ച വലിയ രീതിയിൽ അമേരിക്കക്ക് ഗുണമുണ്ടായി. അമേരിക്ക അറേബ്യൻ രാജ്യങ്ങളെ സഹായിച്ചു, ഇറാനെ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ സഹായിച്ചു, റഷ്യ യമനെ സഹായിച്ചു. അങ്ങനെയൊക്കെയാണ് ആ വിഷയങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം അമേരിക്ക പിന്തുടരുന്ന സമയത്ത് ഈ മേഖലയിലുള്ള വലിയ സാമ്പത്തിക മുന്നേറ്റത്തിൽ ഇടപെടാൻ വേണ്ടി ചൈനയ്ക്ക് സാധിക്കുകയില്ല എന്ന് ചൈന മനസ്സിലാക്കി. അപ്പൊ ചൈനയുമായി അറബ് രാജ്യങ്ങൾക്ക് ഒരു കാലത്തും നല്ലൊരു ബന്ധം ഉണ്ടായിട്ടില്ല. അവർ തമ്മിൽ നയതന്ത്ര ബന്ധം ഉണ്ടെങ്കിൽ പോലും ഒരു സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത തരത്തിലാണ് അറബ് ചൈനീസ് നിലപാടൊക്കെ ഉണ്ടായിരുന്നത്. ഈ മേഖലയിൽ എന്നാൽ ഇറാനുമായിട്ടല്ല, ഇറാനും ചൈനയും തമ്മിൽ വലിയ സൗഹൃദമുള്ള രാജ്യമാണ്, വലിയ ബന്ധങ്ങളാണ്. അപ്പൊ ഈ ബന്ധങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അറബ് രാജ്യത്തേക്ക് കയറാൻ വേണ്ടി എളുപ്പം സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ചൈന തന്ത്രപരമായ രീതിയിലാണ് ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള അല്ലെങ്കിൽ സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ മധ്യസ്ഥരാകുന്നത്. ഈ മധ്യസ്ഥത വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ചൈനക്ക് സാധിച്ചു. അതോടുകൂടി ചൈനയും അറബ് രാജ്യങ്ങളും അടുക്കാൻ തുടങ്ങി. അറബ് രാജ്യങ്ങൾ അടുക്കുന്നതോടുകൂടി ഇറാനിലൂടെ ചൈനക്ക് ഈ മേഖലയിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പൊ അറേബ്യൻ മേഖലയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആധിപത്യം ചൈനക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. റഷ്യയും സമാനമായ രീതിയിൽ തന്നെയാണ്. റഷ്യയുമായിട്ട് ചൈനയെ പോലെ ഒരു അകൽച്ച അറബ് രാജ്യങ്ങൾക്കില്ലായിരുന്നു, ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ ദൃഢമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ പല ഘട്ടങ്ങളും നടന്നിട്ടുണ്ട്. ഈ അടുത്താണ് ആ ബന്ധങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ബലം കിട്ടിയത്. അതിന്റെ കാര്യം അമേരിക്കയെ തന്നെ എല്ലാ കാലത്തും ആശ്രയിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. അമേരിക്കയെ ആശ്രയിക്കാതെ അമേരിക്കയുമായിട്ട് ഉടക്കി അവരുടെ സാമ്പത്തിക ഉപരോധത്തെ അതിജീവിച്ചുകൊണ്ട് റഷ്യയുമായിട്ട് സഹകരണം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോക സൈനിക ശക്തിയുടെ ലിസ്റ്റിലേക്ക് കയറുന്നത്. ഇന്ന് ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇറാന്റെ പേര് വന്നത് അമേരിക്കയുടെ ഉപരോധം കൊണ്ട് റഷ്യയുടെ സഹായമുണ്ടായി എന്നുള്ളതാണ്. അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതിനു മുൻപ് തന്നെ സമാധാനത്തിലുള്ള ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചുകൊണ്ട് അമേരിക്കയോട് പല ഘട്ടങ്ങളിലും സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ സഹായം തേടിയിട്ടുണ്ട്. എന്നാൽ അത് അംഗീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇറാൻ റഷ്യയോട് ഇതേ കാര്യം പറഞ്ഞ സമയത്ത് റഷ്യ പൂർണ്ണമായിരിക്കുന്ന സഹായങ്ങൾ നൽകുകയും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് വലിയ രീതിയിലുള്ള മുന്നേറ്റം സൈനികമായിട്ടും പ്രതിരോധ രംഗത്തും ഉണ്ടാക്കാൻ വേണ്ടി ചൈനക്ക് ഇറാന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിയിട്ടാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ചൈനയോടൊപ്പം ചേരാൻ വേണ്ടി ഇറാന് പങ്കാളിത്തമാക്കുന്നത്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറബ് രാജ്യങ്ങളിൽ നിന്ന് ചൈനയിലേക്കും ചൈനക്ക് അറബ് രാജ്യങ്ങളിലേക്കുമുള്ള ഒരു പാലമായിട്ട് ഇറാൻ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇറാന് വലിയ ഭീഷണികൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കാരണം പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് അക്രമം ഉണ്ടാകുന്നോ അതിനൊക്കെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് ഇറാനാണ് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. ഇറാന്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ ഒരുപാട് ഈ പലസ്തീന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ ആരോപണം ഉണ്ടായതാണ്. ഉക്രൈനും ഇതേ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു പ്രതിസന്ധിയിൽ അമേരിക്ക വല്ലാത്ത രീതിയിൽ ഇറാനെ ശ്രദ്ധിക്കുകയും ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നീക്കുപോക്കുകളും ഇസ്രായേലുമായി സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നതിനാൽ ചൈന ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഇറാന്റെ ആവശ്യമാണ്.
ഇറാൻ ചേർന്ന് നിൽക്കുക എന്നുള്ളത് ചൈനയുടെ ആവശ്യമാണ്. കാരണം ഉക്രൈൻ എന്ന് പറയുന്ന യുദ്ധം 3 വർഷത്തേക്ക് തികയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് വലിയ രീതിയിൽ ഇറാന്റെ ആയുധങ്ങൾ റഷ്യക്ക് നൽകിയത് കൊണ്ടാണ്. അപ്പൊ ഈ രാജ്യങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധം വിറ്റുകൊണ്ടുള്ള സാമ്പത്തികം കിട്ടുകയും ചെയ്യും. അതിനപ്പുറമായ രീതിയിൽ പുതിയ പുതിയ നിർമ്മിതി വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ആണവായുധത്തിന്റെ രഹസ്യങ്ങൾ റഷ്യ ഇറാൻ കൈമാറുകയും ചെയ്യും. ഒരുപാട് ഗുണങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യ നേടിയിട്ടുണ്ട്. ഇന്ന് ലോക ഭൂപടത്തിൽ ഏറ്റവും സൈനിക ബലമായിരിക്കുന്ന ശക്തി മാത്രമല്ല, ഏത് അവസരത്തിലും അമേരിക്കയോടും ഇസ്രായേലിനോടും മുഖാമുഖം യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇറാനാണ്. ഇടയ്ക്ക് തന്നെ ട്രംപ് ഇറാൻ ഒരു കത്തയച്ചിരുന്നു. ആ കത്തിൽ പറഞ്ഞ കാര്യം, നമ്മൾക്ക് സമാധാനപരമായിട്ട് നീങ്ങാം, ആണവായുധ പരിശോധനയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാവണം, ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ യുദ്ധത്തിന് വേണ്ടിയല്ല താല്പര്യം കാണിക്കേണ്ടത്, പകരം രാജ്യ പുരോഗതിക്ക് വേണ്ടി ജനകീയപരമായിരിക്കുന്ന മുന്നേറ്റത്തിന് വേണ്ടി താല്പര്യം കാണിക്കണമെന്നും ഈ കാര്യത്തിനോടൊക്കെ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് പോകാം, അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആക്രമിക്കും, അതല്ലെങ്കിൽ ആണവായുധ മേഖല തങ്ങൾ തകർക്കും എന്ന് പറഞ്ഞ് തീർന്നതിന് മുൻപ് തന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് മറുപടി വന്നു. അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന രാജ്യമൊന്നുമല്ല ഇറാൻ. തങ്ങൾക്ക് നേരെയുള്ള ഏതൊരു അക്രമത്തെയും ഏതൊരു സമയത്തും തിരിച്ചടിക്കാൻ മാത്രം ബലവും ശക്തിയും പ്രാപ്തിയും ഇറാനുണ്ട്. ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ എളിഭ്യരായി. ആ നിലപാടിൽ നിന്ന് മലക്കം പറഞ്ഞുകൊണ്ട് തങ്ങൾക്കങ്ങനെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി താല്പര്യമൊന്നുമില്ല, സമാധാന ശ്രമത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് എന്ന് പറയുന്നിടത്തേക്ക് ട്രംപിനെ എത്തിച്ചത് യഥാർത്ഥത്തിൽ ഇറാന്റെ ശക്തമായിരിക്കുന്ന നിലപാടാണ്. ആ നിലപാടിനോടൊപ്പമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും ചേർന്ന് നിൽക്കുന്നത്. ഈ അച്ചുതണ്ടിനെ തകർക്കാൻ അമേരിക്കക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ സമാധാനപരമായിരിക്കുന്ന രീതിയിലൂടെ നീങ്ങുന്നതിനെ കുറിച്ചും അമേരിക്ക ആലോചിക്കുന്നുണ്ട് എന്നാണ് ന്യൂയോർക്കിൽ നിന്ന് നമ്മൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ.